ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സ്കിൻ ബ്രൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് കേട്ടോ, ഒരു 3-4 വയസ്സ് മുതൽക്കുള്ള കുട്ടികൾക്ക് മുതൽ മുതിർന്നവർ വരെ ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ബ്രൈറ്റൻ ആവും. ഒരു 2-3 ഷെയ്ഡ്സ് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി കിട്ടും. എസ്പെഷ്യലി കരിമങ്കല് കേട്ടോ, കരിമങ്കല് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നാൾക്കുനാൾ ലൈറ്റൻ ചെയ്ത് നല്ല ഗ്ലോ ആക്കി കൊണ്ടുവരാനായിട്ടും ഈ ഒരു പാക്കിന് കഴിവുണ്ട്. മാത്രമല്ല നമുക്കിത് കുഞ്ഞു കുട്ടികൾക്കും ഉപയോഗിക്കാം. ഒരു 3-4 വയസ്സായ കുട്ടികൾക്ക് ഇത് തേച്ച് കൊടുത്ത് നമുക്ക് അവരെ കുളിപ്പിച്ച് കൊണ്ടുവരാവുന്നതാണ്. നല്ല രീതിക്ക് സ്കിന്ന് ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുത്ത് നോക്കാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് 2 ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2 പേരെയും ഞാനിവിടെ പാലിൽ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരെണ്ണം നമ്മുടെ ഉഴുന്നാണ്. ഉഴുന്നിനെ പറ്റിയിട്ട് റീസെൻ്റ് ആയിട്ട് ഞാനിപ്പോൾ വീഡിയോ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന് മുന്നേ ഞാൻ പഴയതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഉഴുന്നിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സൂപ്പർ റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉഴുന്ന് തന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ് ഓരോരോ പാക്കും നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നത്. മറ്റൊരെണ്ണം നമ്മുടെ റൈസാണ്. റൈസിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ല. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളും പച്ചരി തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവണം, നല്ല രീതിക്ക് കളർ വെക്കണം, പാടുകൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചരി തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഉഴുന്നിലും തന്നെ നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ബ്ലീച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഉഴുന്നിന് കഴിവുണ്ട്. അതുകൊണ്ട് ഈ 2 കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ആ ഒരു വീഡിയോനകത്ത് എനിക്ക് തോന്നുന്നു റീച്ച് ആവാത്തത് കൊണ്ട് അധികം പേരിൽ ഇത് എത്തിയിട്ടുണ്ടാവില്ല ഈ ഉഴുന്നിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ എഫക്റ്റീവ് റിസൾട്ടാണ് കേട്ടോ. ഓരോന്നും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ഓരോ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉഴുന്നും ഈ ഒരു അരിയും വെച്ചിട്ടുള്ള പാക്ക് നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഞാൻ ഇത് 2ഉം കൂടിയിട്ട് മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അല്പം നമുക്ക് പാലങ്ങ് മാറ്റി വയ്ക്കാം. കാരണം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും, നമുക്ക് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള പാൽ മാത്രം അങ്ങ് ചേർത്ത് കൊടുക്കുക. ബാക്കി പാൽ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കത് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ട് അങ്ങ് മിക്സി ബൗളിനകത്തിട്ട് അരച്ച് കൊണ്ടുവരുന്നുണ്ട്. അരച്ച് നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പാൽ കുറച്ചുകൊണ്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ബാക്കി ഞാൻ ഈ ഒരു കൂട്ടിനകത്തേക്ക് വീണ്ടും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാൽ കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിന് നല്ല രീതിക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് അരച്ച് മാറ്റി കൊണ്ടുവരാം കേട്ടോ. നമുക്കിതിനകത്തുള്ള പിശുടൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അത് ബോഡിയിലേക്ക് മാത്രം, ഫേസിലേക്ക് അല്ല കേട്ടോ, ബോഡിയിലേക്ക് മാത്രം നിങ്ങൾക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ അത് എടുക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രം, നമ്മുടെ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള കാര്യം മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരല്പം നമുക്ക് ആ ഒരു കൂട്ട് മാറ്റി വെക്കാം കേട്ടോ. അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അത് വേറെ ഒന്നുമില്ല, നമ്മളിതിനകത്തേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊട്ടാറ്റോ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ പൊട്ടാറ്റോ സ്റ്റാർച്ച് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റാർച്ചിൻ്റെ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഉരുളക്കിഴങ്ങ്, വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട്, ഞാൻ മുന്നേ എങ്ങനെ സ്റ്റാർച്ച് എടുക്കുന്നതിനെ പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ രീതിക്ക് നിങ്ങൾ ആ ഒരു ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ച് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനകത്തുള്ള ജ്യൂസ് വേണ്ട, നമുക്ക് സ്റ്റാർച്ച് മാത്രമായിട്ട് എടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാർച്ച് അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു കൂട്ട് നമ്മൾ കടായിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതങ്ങ് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തന്നെ ഹീറ്റ് ചെയ്യണം. ലൂസ് കൺസിസ്റ്റൻസിയിൽ ഹീറ്റ് ചെയ്യരുത്. നല്ല തിക്കായിട്ട് തന്നെ ഹീറ്റ് ചെയ്ത് കൊണ്ടുവരിക. ചൂടാക്കി നല്ല കട്ടിയാക്കി കൊണ്ടുവരാം. എന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ചും നമ്മുടെ ഈ ഒരു കൂട്ടും, അരച്ചെടുത്തുള്ള ഈ ഒരു കൂട്ടും കൂടെ നമ്മൾ പൊട്ടാറ്റോ സ്റ്റാർച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർച്ച് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാറ്റോയുടെ നമ്മൾ പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ച് മാറ്റിയെടുക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റാർച്ച് മാത്രമായിട്ട് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെ ഇതങ്ങ് നമ്മൾ ചൂടാക്കി കൊണ്ടുവരാം കേട്ടോ. ചൂടാക്കി കഴിഞ്ഞത് നമുക്ക് ആ പെട്ടെന്ന് തന്നെ ആ പാത്രത്തിനകത്ത് നിന്ന് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം. കാരണം ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും നമ്മുടെ ഒരു കൂട്ട് നല്ല കട്ടയായി പോകും. അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടയാവരുത്. ഈ കാണുന്ന ലെവലിൽ കട്ടയാക്കി കൊണ്ടുവന്നാൽ മതി കേട്ടോ.
ഇനി നമ്മളിത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഒന്ന് എടുക്കുക. ബാക്കി നമ്മളിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു 7 days വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് കട്ടിയിലല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിക്ക് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കുക സ്പൂൺ ഉപയോഗിച്ചിട്ട്. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. അതല്ലാതെ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം, നമുക്കിപ്പോൾ ഫേസിലേക്കും എൻ്റെ കയ്യിലേക്കും കാലിലേക്കൊക്കെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൂട്ട് മാത്രം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ നന്നായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് നമുക്ക് എടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഉപയോഗിക്കാനായിട്ട്. മറ്റേത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോവുകയാണേ, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കൂട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ തൈര് കൂടി ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാക്ക് റെഡി ആയിട്ട് വരും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു കൂട്ടിനകത്ത് പാല് തൈരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ അലർജി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്ത് നോക്കരുത്. നിങ്ങൾക്ക് റിസൾട്ട് ഞാനിപ്പോൾ പറയുന്നുണ്ടല്ലോ, റിസൾട്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ അത് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് വെറുതെ ഡാമേജ് ചെയ്യരുത്. കാരണം ഈ ഒരു പാല് ഉപയോഗിച്ച് ചിലർക്ക് പിമ്പിൾസ് വരാം, തൈര് ഉപയോഗിച്ച് ചിലർക്ക് അലർജി വരാം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് വിട്ടോളൂ. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഡിയോ വേറെയുണ്ട്, ഇനി വരാനും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഉഴുന്നിനെ പറ്റിയിട്ട് റീസെൻ്റ്ലി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെറ്റ് ആവാതെ ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പാലും തൈരൊക്കെ നമ്മൾ ചേരുന്ന ആൾക്കാർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കൂട്ടി മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് എൻ്റെ കയ്യിലും ഫേസിലും കാലിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. വീഡിയോയുടെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾ പലരുടെയും ഒരു ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത്. ഞാൻ ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കയ്യിൽ നിങ്ങൾ ജസ്റ്റ് കാണിക്കുമ്പോൾ കയ്യിൽ മാത്രം കാണിച്ചിട്ടൊന്ന് മാത്രം ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്താൽ മതി. നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലാണെങ്കിലും ഫുൾ ബോഡിയിലാണെങ്കിലും നമുക്കിത് ആഴ്ചയിൽ 2 തവണ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ബോഡിയിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കുളിച്ച് വരിക കേട്ടോ. സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുളിച്ച് വരിക. എന്നതിന് ശേഷം വേണം ഈ ഒരു പാക്ക് ടോട്ടൽ ബോഡിയിലും ഫേസിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റെങ്കിലും വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് കഴുകിക്കളയാവുന്ന. നന്നായിട്ടൊന്നും ഉണങ്ങത്തില്ല, ചെറിയ രീതിക്ക് വെറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത്, മീൻസ് നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് അങ്ങ് കഴുകിക്കളയാം കേട്ടോ. ഈ രീതിക്ക് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഉപയോഗിക്കാനായിട്ട് നോക്കുക. 3 തവണ ഉപയോഗിച്ചാലും നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് 1 വീക്ക് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന പാടുകളാണെങ്കിലും കരിമങ്കല്ലി ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും എല്ലാം തന്നെ ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് വൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു 2-3 ഷെയ്ഡ്സ് എങ്കിലും നമ്മുടെ സ്കിൻ ടോൺ നാൾക്ക് നാൾ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.